അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ദ്രോണർക്ക് ഒരു കൂസലുമില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ഇദ്ദേഹത്തെ മഹാരഥന്മാരിൽപ്പെട്ട ഒരാളാണ് അശ്വത്ഥാമാവ്, അദ്ദേഹത്തെ പെട്ടെന്ന് വധിക്കാൻ സാധിക്കില്ല. എങ്കിലും ഈ ഘോഷം കണ്ട് അദ്ദേഹം ധർമ്മപുത്രനോടാണ് ചോദിക്കുന്നത്, നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം, കാരണം നീ ധർമ്മം മാത്രമേ പറയുള്ളൂ അല്ലെ, യമന്റെ പുത്രനാണ്. അപ്പൊ ഈ സമയത്താണ് ഭഗവാൻ ഭീമനെ കൊണ്ട് അശ്വത്ഥാമാവ് എന്ന് പറയുന്ന ഒരു ആനയെ അടിച്ച് കൊല്ലിക്കും അല്ലെ. അപ്പൊ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് അദ്ദേഹം ഉറക്കുകയും അശ്വത്ഥാമാവ് എന്ന ആന എന്നുള്ളത് പതുക്കെയും പറഞ്ഞതാണ്. നുണ പറഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ല. ഇത് കേട്ടാണ് അദ്ദേഹം നിരായുധനാവുന്നത്. അദ്ദേഹത്തിന്റെ വില്ലൊക്കെ താഴെ വെക്കുന്നത്. ദ്രോണർ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ജനിച്ച ഒരാളുണ്ട്. ഇവരുടെയൊക്കെ അച്ഛനുണ്ട്, ഈ ദ്രൗപദിയുടെയും അതുപോലെ തന്നെ ദൃഷ്ടദ്യുമ്നന്റെ അച്ഛനായിട്ടുള്ള ദ്രുപദൻ. ഇദ്ദേഹത്തെ പാണ്ഡവരെയും കൗരവരെയും ഉപയോഗിച്ചുകൊണ്ട് പണ്ട് ദ്രോണര് പിടിച്ചു കെട്ടി വരിഞ്ഞു കെട്ടി അദ്ദേഹത്തെ അപമാനിച്ചിട്ടുണ്ട്. ആ സമയത്ത് ദ്രൗപദിയുടെ അച്ഛനായിട്ടുള്ള ഈ ദ്രുപദൻ ഒരു യാഗം നടത്തും. അദ്ദേഹത്തിന്റെ യാഗത്തിന്റെ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, ദ്രോണരെ കൊല്ലാൻ ഒരു മോൻ വേണം അല്ലെ. അങ്ങനെയാണ് യാഗാഗ്നിയിൽ നിന്ന് ദ്രൗപദിയും അതുപോലെ തന്നെ ദൃഷ്ടദ്യുമ്നും ഉണ്ടാവുന്നത്. അദ്ദേഹമാണ് ഈ സമയത്ത് പോയിട്ട് വധിക്കുന്നത്. നമുക്ക് ഇതൊക്കെ കണക്റ്റഡ് ആണ് അല്ലെ. പൊതുവിൽ ഇങ്ങനെ മഹാഭാരതത്തിന്റെ ബ്യൂട്ടി തന്നെയാണ്. ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ, ധർമ്മ സംസ്ഥാപനത്തിനാണ് ഭഗവാന്റെ അവതാരം ഉണ്ടായിട്ടുള്ളത്. നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് നീതി കൊടുക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി. അതിന് തടസ്സമായി നിൽക്കുന്ന ഓരോരോ കാര്യങ്ങളെയും ഭഗവാന്റേതായിട്ടുള്ള ഐഡിയോളജി ഉപയോഗിച്ച് മാറ്റിയിട്ടുണ്ട്. അതിലൊന്നു മാത്രമാണ് ദ്രോണം.